നിങ്ങൾക്ക് ലെജിറ്റിമൈസ്ഡ് ആയിട്ട് വോട്ട് പർച്ചേസ് ചെയ്യാം എന്നുകൂടി ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് 1,40,00,000 സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വീതം നിതീഷ് കുമാർ നിക്ഷേപിച്ചത്. 1,40,00,000 വനിതകൾ എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ നമ്പരല്ല. ബീഹാറിലെ ആകെയുള്ള വോട്ടർമാരെന്ന് പറയുന്നത് 7.5 കോടിയാണ്. അതിലേതാണ്ട് 1.5 കോടി സ്ത്രീ വോട്ടർമാരുടെ കൈകളിലേക്കാണ് ഈ 10,000 രൂപ വീതം എത്തിച്ചത്. അതുകൊണ്ട് ഈ പറയുന്ന 1.5 കോടി ആളുകളും എൻ ബ്ലോക്കായി നിന്ന് NDAക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്നില്ല. അതിലൊരു നല്ല വിഭാഗം നിശ്ചയമായും RJDക്കും കോൺഗ്രസിനും ഒക്കെ വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വിജയം തെളിയിച്ചിരിക്കുന്ന ഒരു കാര്യം, കുറഞ്ഞത് 1 കോടി സ്ത്രീകളെങ്കിലും ഈ പറയുന്ന 10,000 രൂപ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിതീഷ് കുമാറിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. 1 കോടി വനിതകൾ വോട്ട് ചെയ്യുമ്പോൾ അവർ ഒറ്റയ്ക്കല്ല വോട്ട് ചെയ്യുന്നത്, അവരുടെ കുടുംബത്തിൽ നിന്ന് 2-3 ആളുകൾ കൂടി വോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ എന്താ സംശയം? ആ നിലയ്ക്ക് ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഏറെക്കുറെ 3 കോടി വോട്ടർമാരെ വോട്ടുറപ്പിക്കാൻ BJPക്കും JDUവിനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു 40% വോട്ടെങ്കിലും തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ BJPയും JDUവും ഉറപ്പിച്ചു എന്നുള്ളതാണ്. അർത്ഥത്തിൽ ലെജിറ്റിമൈസ്ഡ് ആയിട്ട് വോട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് എങ്ങനെ വോട്ടെടുപ്പിൽ വിജയിച്ച് കയറാം എന്ന് ബീഹാർ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുകയാണ്. അതാണ് 3ാമത്തെ പാഠം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ 4ാമത്തെ പാഠം നോക്കാം. നമുക്കറിയാമല്ലോ, തേജസ്വി യാദവ് ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട മുഖം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു തേജസ്വി തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ല എന്നുകൂടി ഈ പറയുന്ന നിയമസഭാ റിസൾട്ട് തെളിയിക്കുന്നുണ്ട്. 2020-ലായിരുന്നു യഥാർത്ഥത്തിൽ തേജസ്വിയുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയുന്നത് പോലെ കേവലം 12,000 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് തേജസ്വി യാദവിന് അന്ന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടത്. ചുണ്ടിനും കപ്പിനുമിടയിൽ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട നേതാവാണ് തേജസ്വി യാദവ് എന്ന് പറയുന്നത്. 2020-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തേജസ്വി തരംഗമുണ്ടായിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു തരംഗം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ 15-20 വർഷങ്ങളായിട്ട് ഈ പറയുന്ന RJDയുടെ വിജയ സൂത്രവാക്യം എന്ന് പറയുന്നത് യാദവ മുസ്ലിം വോട്ട് ബാങ്ക് ആണ് എന്നുള്ളതാണ്. ആ മുസ്ലിം വോട്ട് ബാങ്കിൽ വലിയ ചോർച്ചയുണ്ടായിരിക്കുന്നു. അതായത് അസദുദ്ദീൻ ഒവൈസി എന്ന് പറയുന്ന നേതാവ്, ആ ഒവൈസി എന്ന് പറയുന്ന നേതാവ് ബീഹാറിൽ ഒരു ചെറിയ പണിയല്ല എടുത്തിരിക്കുന്നത്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് മുസ്ലിം ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആണ്. അതായത് അദ്ദേഹം മുസ്ലിം ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ യാദവ് വിഭാഗത്തിന്റെ സെക്കൻഡ് ഫിഡിലായിട്ട് നിൽക്കേണ്ട ആളുകളല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അവകാശമുണ്ട്, അത് പിടിച്ചു വാങ്ങണമെങ്കിൽ നിങ്ങളൊരു ശക്തിയായി മാറണം എന്നാണ് ഒവൈസി അവിടുത്തെ മുസ്ലിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒവൈസി ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ആ അർത്ഥത്തിൽ RJDയുടെ പരമ്പരാഗത വോട്ട് ബാങ്ക് തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ 4ാമത്തെ പാഠം എന്ന് പറയുന്നത്.